പുറമേ നിന്നുള്ള ശത്രുക്കളെയാണോ അതോ ഇന്ത്യക്കകത്തുള്ള ശത്രുക്കളെയാണോ ഇന്ത്യ കൂടുതൽ ഗൗരവത്തോടെ നേരിടേണ്ടത്? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ദേശീയ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെട്ട ഒരു വാർത്തയായിരുന്നു ഗുജറാത്ത് ATS 4 അൽ-ഖ്വയ്ദ ഭീകരരെ അറസ്റ്റ് ചെയ്ത വാർത്ത. ആ വാർത്തയുമായി ബന്ധപ്പെട്ട് അവരുടെ അറസ്റ്റിന് ശേഷം ഗുജറാത്ത് ATS ഒരു പത്രക്കുറിപ്പ് പുറത്ത് ഇറക്കുകയുണ്ടായി. ആ പത്രക്കുറിപ്പിൽ വളരെ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ അവർ പങ്കുവയ്ക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ 4 അൽ-ഖ്വയ്ദ ഭീകരർ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത് ഇന്ത്യക്ക് ഉള്ളിൽ നിന്നുകൊണ്ട്? വളരെ ഗൗരവമേറിയ കാര്യങ്ങളാണ് അതിൽ പങ്കുവയ്ക്കുന്നത്. മാത്രമല്ല അതിൽ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ടേമുണ്ട്, ഗസ്വ ഇ ഹിന്ദ് എന്ന് പറയുന്ന ആ ഒരു ടേം, ആ ഒരു പദപ്രയോഗം. അതിൽ നിന്നും ഊർജം ഉൾക്കൊണ്ടാണ് ഈ 4 ഭീകരർ ഇന്ത്യയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്തത് എന്ന വളരെ ഞെട്ടലുളവാക്കുന്ന ചില കണ്ടെത്തലുകൾ ഗുജറാത്ത് ATS പുറത്ത് വിട്ടിട്ടുണ്ട്. ആ പത്രക്കുറിപ്പിലെ ചില നടുക്കുന്ന ചില കാര്യങ്ങളാണ് ഈ ഒരു നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അത് വളരെ ഗൗരവമേറിയ മുന്നറിയിപ്പ് ഇന്ത്യയിലെ മതേതര സമൂഹത്തിനും പൊതുസമൂഹത്തിനും നൽകുന്നുണ്ട്. ആ വിഷയങ്ങളാണ് ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് റോബിൻ അരുൺ. അതീവ ഗൗരവമേറിയ വളരെ ഞെട്ടലുളവാക്കുന്ന ഒരു വാർത്ത അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഗുജറാത്തിൽ നിന്നും കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്നു. ആ വാർത്ത ഇവിടുത്തെ മാധ്യമങ്ങൾ കാര്യമായിട്ടൊന്നും റിപ്പോർട്ട് ചെയ്തില്ല എന്നതാണ് മറ്റൊരു വാസ്തവം. അത് ആ വാർത്തയുടെ ഒരു ഗൗരവാവസ്ഥ ഒന്ന് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ഗുജറാത്തിൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ആ ഒരു വാർത്ത? അതായത് ഗുജറാത്തിലെ ATS ആൻറ്റി ടെററിസം സ്ക്വാഡ് അവരുടെ നേതൃത്വത്തിൽ 4 കൊടും ഭീകരരെ, അതായത് അൽ-ഖ്വയ്ദ ഭീകരർ, അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, അൽ-ഖ്വയ്ദയുടെ ഉപവിഭാഗമായിട്ടുള്ള അൽ-ഖ്വയ്ദ ഇൻ ഇന്ത്യൻ കോണ്ടിനെൻ്റ്, ആ സംഘടനയുമായി, ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന 4 ഭീകരർ. അവരുടെ പേരുകളൊന്ന് പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മുഹമ്മദ് ഫൈസ്, ഒപ്പം തന്നെ സിഷാൻ അലി, സൈഫുള്ള ഖുറേഷി, മുഹമ്മദ് ഫർദീൻ എന്ന് പറയുന്ന 4 പേർ. ഇതിൽ 2 പേർ ഗുജറാത്ത് സ്വദേശികളാണ്. ഒരാൾ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു, മറ്റൊരാൾ ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. ഇവരെ തമ്മിൽ കണക്ട് ചെയ്ത കോമൺ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയാണ് ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്, ആൻറ്റി ഇന്ത്യ വികാരം പ്രചരിപ്പിച്ചത്. എന്തൊക്കെയാണ് ഇവരുടെ അറസ്റ്റിന് ഗുജറാത്ത് ATSനെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ? അതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ള ഒരു കാര്യം. അതിനു മുമ്പ് ഒരു ആശയം ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് പുറമേ നിന്നും ഇന്ത്യയോട് യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങൾ, സംഘടനകൾ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ ആ ഗൗരവ സ്വഭാവത്തോടു കൂടി തന്നെ, അതായത് അത്തരം സംഘടനകളെ, അത്തരം രാജ്യങ്ങളെ നേരിടുന്ന അതേ ഗൗരവ സ്വഭാവത്തോടു കൂടി തന്നെ ഇന്ത്യ നേരിടേണ്ട ഒരു സംവിധാനമുണ്ട്. ഇന്ത്യക്കുള്ളിൽ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഭീകരർ, ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ. ഇനി ATSൻ്റെ ചില ഞെട്ടലുളവാക്കുന്ന കണ്ടെത്തലുകൾ, ഇവർ എന്തിനുള്ള പുറപ്പാടായിരുന്നു എന്നതാണ് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യേണ്ടത്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഓപ്പറേഷൻ സിന്ദൂർ, പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാന് നേരെ നടത്തിയ ആ സൈനിക നടപടി, ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ സമയത്ത് ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇന്ത്യക്കിട്ട് പണിത ഭീകരരാണ് ഈ 4 പേരും. അതായത് ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ടുള്ള വളരെ ക്രൂഷ്യലായിട്ടുള്ള വിവരങ്ങൾ പാകിസ്ഥാൻ ആർമിക്കും പാകിസ്ഥാൻ ഇൻ്റലിജൻസ് സംവിധാനമായിട്ടുള്ള ISIക്കും ഇവർ ചോർത്തി കൊടുക്കുന്നു. വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഇൻഫർമേഷൻ ചോർത്തി കൊടുക്കുന്നു. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഈ ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാനെതിരെ, പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ നടപടിയുടെ പേരിൽ അത് ഉയർത്തി കാണിച്ചുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിമുകളായിട്ടുള്ള യുവാക്കളെ ജിഹാദിന് ആഹ്വാനം ചെയ്യുന്ന തരത്തിലുള്ള ചില നടപടികൾ, ചില പ്രസ്താവനകൾ, ചില സാമൂഹ്യ മാധ്യമ പോസ്റ്റുകൾ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഇനി ഇവരുടെ ആത്യന്തികമായിട്ടൊരു ലക്ഷ്യം കൂടി ATS പങ്കുവയ്ക്കുന്നുണ്ട്. അതായത് ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനങ്ങളെ അട്ടിമറിക്കുക, ഇവിടെ ഒരു സായുധ കലാപം സൃഷ്ടിക്കുക, അതിനുശേഷം ഇന്ത്യ ഒരു ശരീഅത്ത് ഭരണത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരിക എന്ന വളരെ തന്ത്രപരമായിട്ടുള്ള അജണ്ട. ഇനി ഇവർ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് എന്ന് പറയുന്നത് നൂതനമായിട്ടുള്ള ആപ്പുകളൊക്കെ ഉപയോഗിച്ച്, അതായത് ഓട്ടോ ഡിലീറ്റിംഗ് സംവിധാനം, അതായത് ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തി എന്നതിൻ്റെ തെളിവുകളൊക്കെ നശിപ്പിക്കുന്ന രീതിയിലുള്ള അത്തരം നൂതനമായിട്ടുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ ഗുജറാത്ത് ATS ഇവരുടെ വീടുകളിലൊക്കെ റെയ്ഡ് നടത്തിയപ്പോൾ ചില ഗൗരവ സ്വഭാവമുള്ള ലഘുരേഖകൾ, ഒപ്പം തന്നെ ഒരു വാളൊക്കെ ഒരു ഭീകരൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയെന്നാണ് പറയുന്നത്. ഈ ഭീകരൻ്റെ മൊബൈൽ ഫോണൊക്കെ പരിശോധിച്ചപ്പോൾ വാളൊക്കെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ഇന്ത്യക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തുന്ന രീതിയിലുള്ള വളരെ വയലൻ്റായിട്ടുള്ള ചില വീഡിയോസൊക്കെ ഈ പറയുന്ന വ്യക്തിയുടെ ഭാഗത്തുനിന്നുണ്ട്. മാത്രമല്ല എങ്ങനെ ഇന്ത്യയിലെ യുവാക്കളെ, പ്രത്യേകിച്ച് ഇസ്ലാം മതസ്ഥരായിട്ടുള്ള യുവാക്കളെ റാഡിക്കലൈസ് ചെയ്യാം, തീവ്രവാദ ആശയങ്ങളിലേക്ക് തള്ളിവിടാം, അതുവഴി ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാം എന്ന തരത്തിലുള്ള ക്ലാസ്സുകൾ, പഠനങ്ങൾ, സാമൂഹ്യ മാധ്യമ പോസ്റ്റുകൾ ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ പലരും ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളായിരുന്നു എന്നത് വളരെ ഗൗരവമേറിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി ഞാൻ അരുണിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഇവർ അൽ-ഖ്വയ്ദ ഭീകരരാണ്. ആ ഭീകര സംഘടനയുടെ ചരിത്രമൊക്കെ നമുക്കറിയാം, ബിൻ ലാദനായിരുന്നു അതിൻ്റെ നേതാവ്, അതൊക്കെ നമുക്കറിയാം, അതിലേക്ക് നാം പോകുന്നില്ല. ഇവരുടെ ആത്യന്തികമായ ലക്ഷ്യം
ലക്ഷ്യം ഇന്ത്യയിലെ ഭരണ സംവിധാനം അട്ടിമറിക്കുക എന്നതാണ്. അതിൽ തന്നെ ATS സൂചിപ്പിക്കുന്ന ഒരു വാക്കുണ്ട്, ഗസ്വ ഇ ഹിന്ദ് എന്ന് പറയുന്ന ഒരു വാക്ക്. ആ ഒരു ടേമാണ് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ ഇവരെ പ്രേരിപ്പിച്ച ഒരു ഘടകം എന്ന് പറയുന്നത്. ഈ ഒരു ടേമിനെ നാം എത്രത്തോളം ഭയത്തോടെ, ആശങ്കയോടെ, ഗൗരവത്തോടെ നോക്കിക്കാണണം? ജോർജ്, ഈ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഗസ്വ ഇ ഹിന്ദ് എന്ന് പറയുന്നത് ഈ ഭീകരർക്ക് മാത്രമല്ല, ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഭീകരെയും പ്രചോദിപ്പിക്കുന്ന ഒരു വാക്കാണ് ഗസ്വ ഇ ഹിന്ദ്. ഇത് ഹദീസിൽ നിന്നാണ് ഈ വാക്ക് വരുന്നത്. ഹോളി റെയ്ഡ് ഓഫ് ഇന്ത്യ, ഇതാണ് ആ വാക്കിൻ്റെ അർത്ഥം. അതായത് ഇന്ത്യയുടെ വിശുദ്ധ ആക്രമണം. ഇന്ത്യയുടെ വിശുദ്ധ ആക്രമണം എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്ത്യക്ക് നേരെ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെയുള്ള ആക്രമണം. ആ ആക്രമണത്തിന് ശേഷം ഇന്ത്യ പൂർണ്ണമായിട്ടും ഇസ്ലാമിൻ്റെ കീഴിലേക്ക് വരുന്നു. ഇതാണ് ആശയം. ഈ ആശയം വന്നിരിക്കുന്നത് ഹദീസിലാണ്. ഈ ആക്രമണം നടത്തുന്നവർക്ക് മുഹമ്മദ് നബി നൽകുമെന്ന് പറയുന്ന കുറേ വാഗ്ദാനങ്ങൾ ഹദീസിലുണ്ട്. ഇതാണ് തീവ്രവാദികൾ. പലപ്പോഴും പ്രമുഖ ഇസ്ലാം പണ്ഡിതന്മാർ ഇതിനെ പലപ്പോഴും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഈ ഹദീസിൻ്റെ ആധികാരികതയെ അവർ സംശയിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുന്ന എല്ലാ തീവ്രവാദികളും, ലോകത്തെവിടെയുള്ള തീവ്രവാദികളെയും പ്രചോദിപ്പിക്കുന്നത് ഈ ഗസ്വ ഇ ഹിന്ദാണ്. കഴിഞ്ഞ 1-2 വർഷം മുമ്പ് NIA കോഴിക്കോട് വന്നൊരു റെയ്ഡ് നടത്തി. അതായത് ഗസ്വ ഇ ഹിന്ദ് എന്ന് പറയുന്ന പാകിസ്ഥാനിലുള്ള ഒരു സംഘടനയുടെ പ്രവർത്തകർ അവർ ഇന്ത്യയിലുണ്ട്, അവർ കോഴിക്കോടുണ്ട്. അതായത് ഇന്ത്യയിൽ പാകിസ്ഥാൻ സംഘടനയ്ക്ക് വേണ്ടി, പാകിസ്ഥാനിൽ ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ കോഴിക്കോടിലുണ്ട് എന്ന കാരണത്താലാണ് NIA ഇവിടെ വന്ന് റെയ്ഡ് നടത്തിയത്, കോഴിക്കോട് വന്ന് റെയ്ഡ് നടത്തിയത്. അപ്പോൾ ഈ പാകിസ്ഥാനിലെ എല്ലാ തീവ്രവാദികളും ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും വേണമെങ്കിൽ ഒരു ഒറ്റ കുടക്കീഴിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അവരുടെ സംഘടനകളുടെ, ജെയ്ഷെ മുഹമ്മദ് ആയിക്കോട്ടെ, ലഷ്കർ ഇ തോയ്ബ ആയിക്കോട്ടെ, പാകിസ്ഥാനിലെ ഏത് ഭീകര സംഘടന, ഇന്ത്യക്കെതിരെ നിൽക്കുന്ന ഏത് ഭീകര സംഘടന ആയിക്കോട്ടെ, അവരെ എല്ലാവർക്കും വേണമെങ്കിൽ നമുക്ക് ഈ ഒറ്റ ടൈമിൽ ഗസ്വ ഇ ഹിന്ദ് എന്നുള്ള പേരിൽ അവരെ വിശേഷിപ്പിക്കാൻ പറ്റും. ഇസ്ലാമിക് സ്റ്റേറ്റ് അവരുടെ ആ പ്രതാപകാലത്ത് ഇപ്പോഴും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് അൽ ഹിന്ദ് എന്ന് പറഞ്ഞൊരു പ്രവിശ്യയ്ക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ അവർക്ക് ISKP ഉണ്ട്, ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖുറൈസൈൻ പ്രൊവിൻസ്. ഖുറൈസൈൻ പ്രൊവിൻസ് എന്ന് പറയുന്നത് ഇറാനും അഫ്ഗാനിസ്ഥാനും അതുപോലെ തന്നെ മുൻപത്തെ സോവിയറ്റ് യൂണിയനിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ഈ രാജ്യങ്ങളൊക്കെ കൂടി ഉൾപ്പെടുന്ന ഒരു പ്രദേശത്തെയാണ് ഖുറൈസൈൻ എന്ന് പറയുന്നത്. ഇനി ഗസ്വ ഇ ഹിന്ദിൻ്റെ ആശയത്തിലേക്ക് വരുമ്പോൾ അവർ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് സിറിയയിൽ നിന്ന് ഒരു സൈന്യം പുറപ്പെടും, അന്ത്യകാലത്തിൽ സിറിയയിൽ നിന്ന് ഒരു സൈന്യം പുറപ്പെടും. പിന്നീട് ഖുറൈസാനിൽ നിന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ ഈ രാജ്യങ്ങളിലെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് ഖുറൈസാനിൽ നിന്നൊരു സൈന്യം വരും. അവർ വന്ന് ഇന്ത്യയെ പൂർണ്ണമായിട്ട്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ പൂർണ്ണമായിട്ടും കീഴടക്കും. അപ്പോൾ ഈ മധ്യകാലത്തൊക്കെ ഈ ഗസ്നിയും അതുപോലെ തന്നെ ഔറംഗസേബ് ഇങ്ങനെയുള്ള ഭരണാധികാരികളൊക്കെ ഇന്ത്യയിലേക്ക് വന്നതിൻ്റെ പ്രധാന കാരണം അവർക്ക് ഈ ഹദീസിൽ നിന്ന് ഉൾക്കൊണ്ട ആശയമാണ്. അവർ ഇന്ത്യയെ കീഴടക്കുന്നത് അവരുടെ മതപരമായ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അവർ വന്നിട്ട് അവർ ചെയ്ത നിഷ്ഠൂര പ്രവൃത്തികളെല്ലാം നമുക്കറിയാവുന്നതാണ്. അമുസ്ലിമുകളോട്, ഹിന്ദുക്കളോടൊക്കെ അവർ അത്രയും വലിയ ക്രൂരതയാണ് കാണിച്ചത്. അതുകൊണ്ടാണ് ഈ അടുത്ത നാളുകളിൽ ഔറംഗസേബിൻ്റെ ടോംബുമായിട്ട് ബന്ധപ്പെട്ട് നാഗ്പൂരിലടക്കം കലാപം ഉണ്ടാകുന്നതിൻ്റെ ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള കാരണം. അതുപോലെ തന്നെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖുറൈസാൻ്റെ വോയിസ് ഓഫ് ഖുറൈസാൻ, ആ മാസികയിൽ അവർ കഴിഞ്ഞ വർഷം മോദിയുടെയും ഇന്ത്യയുടെയൊക്കെ ചിത്രങ്ങൾ വെച്ചിട്ട് ഒരു പതിപ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലവർ കൃത്യമായിട്ട് പറയുന്നത് ഇന്ത്യയിലെ ബഹുദൈവ ആരാധകരെ ഒരുങ്ങിയിരുന്നോളൂ, മുഹമ്മദ് ഗസ്നിയെ വീണ്ടും നേരിടാൻ നിങ്ങൾ ഒരുങ്ങിക്കോളൂ. അതായത് ഇവരെ സംബന്ധിച്ചിടത്തോളം ആ മധ്യകാലത്തുണ്ടായ ഇന്ത്യയിലേക്ക് ഇവരുടെ അധിനിവേശം കൊണ്ട് അവർ ഈ പ്രവചനം അല്ലെങ്കിൽ ഹദീസിൽ എഴുതിയിരിക്കുന്ന ഈ വാക്കുകൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. കാരണം അത് ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ മാത്രമാണ് അവർക്ക് അന്ന് കീഴടക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം അവർക്ക് പിൻവലിയേണ്ടി വന്നു. അപ്പോൾ ഇവരെ സംബന്ധിച്ചുള്ള വലിയൊരു സ്വപ്നമാണ് ഹദീസിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഇന്ത്യയെ പൂർണ്ണമായിട്ടും ഇസ്ലാമവൽക്കരിക്കുക, ഇസ്ലാമിൻ്റെ അധീനതയിലേക്ക് കൊണ്ടുവരിക. ഈ ഒരു ആശയമാണ് പാകിസ്ഥാൻ കൃത്യമായിട്ട് ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്ത്യയിലുള്ള യുവാക്കളോടൊക്കെ പോയിട്ട് പാകിസ്ഥാനിലെ ജനങ്ങളെ പോയി കൊല്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആര് പറഞ്ഞാലും ഇന്ത്യയിൽ നിന്ന് ഒരു മനുഷ്യൻ പോലും പുറത്തേക്ക് പോവില്ല. കാരണം അവർക്ക് അതിന് കൃത്യമായിട്ടുള്ള പഠനമോ കൃത്യമായിട്ടുള്ള ഒരു മോട്ടീവോ കൃത്യമായൊരു അടിസ്ഥാനം ഉണ്ടാവണം. നമ്മുടെ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യും, അത് വേറെ വിഷയം. പാകിസ്ഥാൻ സൈന്യം ഇന്ത്യക്കെതിരെയും യുദ്ധം ചെയ്യും. അതല്ല ഞാനിവിടെ പറയുന്നത്. വെറും സാധാരണക്കാരായ മുസ്ലിം പയ്യന്മാരെ ഇന്ത്യക്കെതിരെ തിരിക്കണമെങ്കിൽ, ഇന്ത്യയിലെ ബഹുദൈവാരാധകർക്കെതിരെ തിരിക്കണമെങ്കിൽ അവരുടെ ഉള്ളിൽ അവരുടെ ഒരു മതവികാരത്തെ കൃത്യമായിട്ട് അവർ ചൂഷണം ചെയ്യുന്നുണ്ട്. മതത്തിൻ്റെ പഠനങ്ങളായിട്ട് അവർ ഈ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കിട്ടാൻ പോകുന്ന റിവാർഡുകളെക്കുറിച്ച് അവർക്ക് കൃത്യമായിട്ടുള്ള ടീച്ചിങ് കൊടുക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ഹമാസ് ചെയ്യുന്നത്. ജൂതൻ കൊല്ലപ്പെടേണ്ടവനാണ് എന്നൊരു ആശയമാണ് ഹമാസ് അവിടെയുള്ള ജനത്തിനും അവരുടെ പോരാളികൾക്കും അവിടെയുള്ള കൊച്ചു കുട്ടികൾക്ക് വരെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു ആശയം, ഈ ആശയം ഇല്ലാതാകുന്നത് വരേക്കും ഇന്ത്യക്കെതിരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തീവ്രവാദികളായ മുസ്ലിമുകൾ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ ജോർജ് സൂചിപ്പിച്ച ആ ഭീകരർ ചെയ്തതുപോലെ അവർ കൃത്യമായിട്ട് ചെയ്ത ഇതാണ്: ഇന്ത്യയിലെ മുസ്ലിമുകളെ ഇന്ത്യയിലെ അമുസ്ലിമുകൾക്കെതിരെ, കാഫറുകൾക്കെതിരെ തിരിക്കുക. 2, ഇന്ത്യ ഗവൺമെൻറ്റിനെതിരെ ഇന്ത്യയിലെ ജനത്തെ തിരിക്കുക. 3, ഇന്ത്യയിൽ ഇസ്ലാമിക ഖിലാഫത്ത് സ്ഥാപിക്കുക.
ഇതായിരുന്നു അവരുടെ ലക്ഷ്യമെന്ന് ATS കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഗസ്വ ഇ ഹിന്ദ് വളരെ അപകടകരമായൊരു പഠനമാണ്. ഈ പഠനം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ പഠനം ഉള്ളിലുള്ള തീവ്ര ആശയക്കാർ ലോകത്തെവിടെയുണ്ടോ അത് ഇന്ത്യക്ക് അപകടമാണ്. കാരണം അവർ അവസരത്തിനായിട്ട് കാത്തിരിക്കുകയാണ്. അവർ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ്. ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖുറൈസാൻ ആയിക്കോട്ടെ, അൽ ഖ്വയ്ദ ആയിക്കോട്ടെ, പാകിസ്ഥാൻ ഭീകരവാദികളായിക്കോട്ടെ, ആരുമായിക്കൊള്ളട്ടെ, അവരെല്ലാവരും ഇന്ത്യയെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഈ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ പാകിസ്ഥാൻ്റെ ശത്രുരാജ്യമായിട്ട് ഇന്ത്യയെ കണ്ടതുകൊണ്ട് മാത്രമല്ല അവരിത് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലുള്ള പലരും ആരാധിക്കുന്ന പാകിസ്ഥാൻ്റെ ഒരു ക്രിക്കറ്റ് താരമുണ്ട്, ഷൊയ്ബ് അക്തർ, റാവൽപിണ്ടി എക്സ്പ്രസ്. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ വർഷങ്ങളിൽ ഒരു വൈറലായിരുന്നു. അതിൽ ഇതേ വാക്ക് തന്നെയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഗസ്വ ഇ ഹിന്ദ്, ഇന്ത്യക്കെതിരായുള്ള സായുധമായ ജിഹാദി ആക്രമണത്തെക്കുറിച്ച് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ പറഞ്ഞ പ്രദേശങ്ങളിൽ നിന്നുള്ള സൈന്യം ആദ്യം കാശ്മീർ പിടിച്ചെടുക്കും, കാശ്മീരിൽ നിന്ന് അവർ ഇന്ത്യയെ 4 വശത്തു നിന്നും വളയും, ഇന്ത്യ കീഴടക്കി ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കും എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം അതോടൊപ്പം തന്നെ ചേർത്ത് പറയുന്ന ഒരു വാക്കുണ്ട്, ക്രിക്കറ്റിനും കലയ്ക്കും അതിരുകളില്ല, ഗസ്വ ഇ ഹിന്ദിന് ശേഷം ഇന്ത്യക്ക് അതിരുകളില്ല. ഇതിനുശേഷം പിന്നീട് നടന്ന ഒരു അഭിമുഖത്തിൽ ഇതിനെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇത് ഞാൻ പറയുന്നതല്ല, ഇത് ഹദീസിൽ പറയുന്നതാണ്. ഹദീസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും. അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതായത് സായുധ ജിഹാദിലൂടെ ഇന്ത്യയെ കീഴടക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടന്നിരിക്കും. ഇതാണ് അവർ വിശ്വസിക്കുന്നത്. ഇതിനെതിരെ ഈ ഗസ്വ ഇ ഹിന്ദിനെതിരെ യോഗി ആദിത്യനാഥൊക്കെ രൂക്ഷമായ ഭാഷയിൽ ഇവർ ഈ ഖയാമത്ത്, അതായത് അന്തിമ നാളിലത്തെ കാര്യങ്ങളാണ് പറയുന്നത്. ഈ ഖയാമത്ത് ഇവിടെ നടപ്പാവില്ല എന്നുള്ളത് യോഗി ആദിത്യനാഥ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പല വർഷങ്ങളിലായിട്ട് ഈ ഗസ്വ ഇ ഹിന്ദുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പല തീവ്രവാദികളെയും ആ ആശയം പ്രചരിപ്പിച്ചവരും ഇന്ത്യ പല വട്ടങ്ങളിലായിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചുരുക്കി പറയുന്നത് ഇതാണ്, നമ്മൾ ഇന്ത്യക്കാർ പാകിസ്ഥാനിയല്ല ഭയപ്പെടേണ്ടത്, ഈ ആശയത്തെയാണ്. ഗസ്വ ഇ ഹിന്ദ് എന്ന് പറഞ്ഞ ആശയം ലോകത്ത് ആരെങ്കിലും പേറി നടക്കുന്നുണ്ടെങ്കിൽ ആ ആശയം ഇല്ലാതാകാത്തോടത്തോളം കാലം ഇന്ത്യക്ക് അപകടം തന്നെയാണ്. അപ്പോൾ റോബിൻ, വളരെ ഗൗരവമേറിയ ഒരു വാർത്തയാണ് ഈ കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ നിന്ന് പുറത്തു വന്നത്. പറഞ്ഞതുപോലെ അൽ ഖ്വയ്ദയുടെ ഒരു ടെറർ മൊഡ്യൂളിനെ തന്നെ ഗുജറാത്ത് പോലീസ് പിടിക്കുന്നു. വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അത് തുടക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഈ ഇസ്ലാമിക ഭീകരവാദം ആഗോളതലത്തിൽ ചർച്ചയാകുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഇരകളായവരാണ് ഇന്ത്യൻ ജനത, അല്ലെങ്കിൽ ഇന്ത്യ എന്ന മഹാരാജ്യം. എന്തുകൊണ്ട് ഇസ്ലാമിക തീവ്രവാദികൾ ഇന്ത്യയെ ടാർഗറ്റ് ചെയ്യുന്നു? ഈ മാറുന്ന ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം, ലോക പൊളിറ്റിക്സിലൊക്കെ വളരെയധികം വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ എത്രത്തോളം ഗൗരവത്തോടെ ഈ ഇസ്ലാമിക ഭീകരതയെ, ഇസ്ലാമിക തീവ്രവാദ സംഘടനകളെ ഇന്ത്യയിൽ നിന്നും ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഇവിടുത്തെ ഭരണകൂടങ്ങൾ, ഇവിടുത്തെ മറ്റ് സംവിധാനങ്ങൾ നീങ്ങേണ്ടിയിരിക്കുന്നു? ഇസ്ലാമിക ഭീകരവാദം മറ്റ് ഭീകര പ്രസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. എന്ന് വെച്ചാൽ നമുക്കറിയാം, ഈ ഇന്ത്യയിൽ ഏകദേശം 54-ലധികം തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയുടെ പല ഭാഗത്തുമുണ്ട്. അതിനെല്ലാം നമ്മൾ ഇസ്ലാമിക തീവ്രവാദത്തെ മാത്രം പറയുമ്പോൾ ഓർക്കുക, ഇന്ത്യയിൽ അത്രയും ഡിഫറൻ്റ് ആയിട്ടുള്ള തീവ്രവാദ സംഘടനകളുണ്ട്. അതിൻ്റെ അനുബന്ധമായ ഓർഗനൈസേഷനുകൾ ഒരുപാടുണ്ട്. എന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ തന്നെ 3-4 തീവ്രവാദ സംഘടന ഉണ്ടായിരുന്നു. തമിഴ് വിമോചനത്തിനൊക്കെ വേണ്ടിയിട്ട് LTT അടക്കമുള്ള, അതുപോലെ തമിഴ് വിമോചനത്തിന് വേണ്ടി തമിഴ്നാട്ടിൽ ഭീകരവാദ സംഘടനകളുണ്ടായിരുന്നു. അതുപോലെ മാവോയിസ്റ്റ്, നമുക്കറിയാം സെൻട്രൽ ഇന്ത്യയിൽ മധ്യപ്രദേശ് അടക്കം, മഹാരാഷ്ട്ര അടക്കം, ജാർഖണ്ഡ്, ഉത്തരാഖണ്ഡ്, അങ്ങനെ ആ പ്രദേശങ്ങൾ മൊത്തം മാവോയിസ്റ്റ് ഭീഷണി വളരെയധികം നിലനിന്നിരുന്ന സമയമുണ്ടായിരുന്നു. ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോഴും ഗവൺമെൻറ് അതിനെതിരെ നടപടികൾ സ്വീകരിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തീവ്രവാദ പ്രസ്ഥാനം, മാവോയിസ്റ്റ് തീവ്രവാദ പ്രസ്ഥാനം. അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റിലേക്ക് നോക്കുക. നോർത്ത് ഈസ്റ്റിൽ ഇപ്പോൾ ഉൾഫ അടക്കമുള്ള ആസാമിലുണ്ടായിരുന്ന തീവ്രവാദ പ്രസ്ഥാനങ്ങൾ, ഇപ്പോൾ മെയ്തയുടെ തന്നെ ഒരുപാട് ഓർഗനൈസേഷനുകൾ മണിപ്പൂരിൽ, മെയ്തൈ ഓർഗനൈസേഷനുകൾ, തീവ്രവാദ ഓർഗനൈസേഷൻ ഒരുപാടെണ്ണം ഉണ്ട്. അതുപോലെ തന്നെ കുക്കികളുടേതുണ്ടായിരുന്നു. നാഗാലാൻഡിൽ ഇതുപോലെ നാഗന്മാരുടെ തീവ്രവാദ സംഘടന ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ത്രിപുര അടക്കമുള്ള പ്രദേശങ്ങളിൽ തീവ്രവാദ പ്രസ്ഥാനങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം കാശ്മീരിൽ ഒരുപാട് തീവ്രവാദ പ്രസ്ഥാനങ്ങൾ, കാശ്മീരിൻ്റെ വിമോചനത്തിന് വേണ്ടിയിട്ട്, പിന്നെ പഞ്ചാബിൻ്റെ വിമോചനത്തിന് വേണ്ടിയിട്ട് ഒരുപാട്, ഖാലിസ്ഥാൻ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഒരുപാടെണ്ണം. ഇങ്ങനെ ഒരുപാട് തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിൽ വളർന്നിട്ടുണ്ട്. ഇപ്പോഴും നിലനിൽക്കുന്ന തീവ്രവാദ പ്രസ്ഥാനങ്ങളുണ്ട്. ഇതിനെയെല്ലാം കൗണ്ടർ ചെയ്യാൻ, ഈ പ്രാദേശികവാദം ഉന്നയിച്ച് മുന്നോട്ട് വരുന്ന തീവ്രവാദ പ്രസ്ഥാനങ്ങളെയെല്ലാം കൗണ്ടർ ചെയ്യാൻ ഇന്ത്യക്ക് ഇപ്പോൾ തമിഴ്നാട്ടിൽ തന്നെ നോക്കുക. തമിഴ്നാട് എത്രയോ പുരോഗമിച്ചു. ആ പുരോഗമനം കൊണ്ട് തന്നെ അവിടെ തീവ്രവാദത്തിൻ്റെ എല്ലാ വേരുകളും സമൂലമായിട്ട് ഇല്ലാതാവുകയും തമിഴ്നാട് മറ്റൊരു തരത്തിലേക്ക് ചിന്തിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും, തമിഴ്നാട്ടിൽ നിന്ന് നമുക്കറിയാം, തമിഴ്നാടെന്ന് പറയുന്നത്
വളരെ വലിയ ഉയർന്ന ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്ത് നിന്ന് അങ്ങനത്തെ ഒരു മനസ്ഥിതിയേ ഇല്ല. ഇപ്പോൾ നോർത്ത് ഈസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റിൻ്റെ പല ഭാഗങ്ങളിലും വികസനം വരുന്നതിനനുസരിച്ച് അവിടെ നിന്നല്ല ഈ തീവ്രവാദത്തിൻ്റെ ചിന്തകൾ മാറിപ്പോകുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ മാവോയിസ്റ്റുകളുടെ കേന്ദ്രങ്ങളിലാണെങ്കിൽ പോലും പലപ്പോഴും പല സ്ഥലങ്ങളിലും മാവോയിസമേ ഇല്ലാതായി മാറിയ ഒരുപാട് സ്ഥലങ്ങൾ ഈ സെൻട്രൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളെയും പല ഭാഗങ്ങളിലുണ്ട് എന്നുള്ളത് അത് നമ്മൾ പ്രത്യേകം എടുത്തു പറയാം. അതുപോലെ ഖലിസ്ഥാൻ ആണെങ്കിൽ പോലും ഖലിസ്ഥാനിൽ ഇപ്പോൾ പഞ്ചാബിൽ ഇപ്പോൾ ഈ അടുത്ത് തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഇപ്പോൾ അവിടെ പച്ച പിടിക്കാൻ അങ്ങ് റെഡിയാവുന്നില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കാനഡ അടക്കമുള്ള UK അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്ന് പലരും പല പാകിസ്ഥാൻ്റെ അടക്കം ഫണ്ട് വാങ്ങി ഇത് ഉയർത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോഴും വികസനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം ഇല്ലാതായി പോകുന്ന സാഹചര്യമുണ്ട്. എന്നാൽ അവിടെ ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്നത് അങ്ങനെ അല്ല എന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത് പലപ്പോഴും അതിനെക്കുറിച്ച് നമ്മൾ ശരിക്കും തുടങ്ങേണ്ടത് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ പറഞ്ഞു, നമ്മൾ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ്, ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തി. അത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. ഈ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തി ഇന്ത്യയാണ് എന്ന് പറയുമ്പോൾ ലോകത്തിലെ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയും ഒന്നാമത്തെ സാമ്പത്തിക ശക്തിയും എങ്ങനെയാണ് തീവ്രവാദത്തെ, അതും ഇസ്ലാമിക തീവ്രവാദത്തെ എങ്ങനെ നേരിട്ടു എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. ചൈന ഇതുകൊണ്ട് പൊറുതിമുട്ടിയായിരുന്നു. ചൈന എന്നാ കാണിച്ചു? ചൈന കൃത്യമായിട്ട് ഉയ്ഗുർ മുസ്ലിങ്ങളെ കൃത്യമായിട്ട് അതിന് ഡിറ്റൻഷൻ ക്യാമ്പുകളടക്കം ഉണ്ടാക്കിയിട്ട് അവിടെ പിള്ളേരെ അടക്കം മാതാപിതാക്കളിൽ നിന്ന് മാറ്റി കൃത്യമായിട്ട് റിവൈസ് ചെയ്ത് ഈ റാഡിക്കലൈസേഷൻ റിവൈസ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അമേരിക്ക എന്താണ് ചെയ്തത്? അമേരിക്ക എവിടെയൊക്കെ തീവ്രവാദികൾ ലോകത്തിൻ്റെ ഭാഗത്തുണ്ട് അവിടെ എല്ലാം പോയിട്ട് ഇവരെ ഇല്ലാതാക്കുകയും അവരെ കൗണ്ടർ ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം. ഇസ്ലാമിക് സ്റ്റേറ്റ് അടക്കമുള്ള തീവ്രവാദ സംഘടനകളെ എങ്ങനെയാണ് അമേരിക്ക ഇല്ലാതാക്കിയത് എന്നുള്ളത് നമ്മൾ ചരിത്രമാണതെല്ലാം. അത് താലിബാനിസത്തെ എങ്ങനെയാണ് ഇല്ലാതാക്കിയത്, താലിബാൻ്റെ തീവ്രവാദികളെ എല്ലാം എങ്ങനെയാണ് ഇല്ലാതാക്കി, ഇന്നും എങ്ങനെയാണ് അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതെല്ലാം നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ചരിത്രങ്ങളാണ്. അപ്പോൾ ലോകത്തിലെ ഒന്നാമത്തെ സാമ്പത്തിക ശക്തിയും രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയും ഇത്ര കൃത്യമായും വ്യക്തമായും ശക്തമായും തീവ്രവാദത്തെ കൗണ്ടർ ചെയ്യുമ്പോൾ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തി എങ്ങനെ അതിനെ കൗണ്ടർ ചെയ്യണം എന്നുള്ള ഒരു പോയിൻ്റുണ്ട്. അവിടെയാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഇപ്പോഴത്തെ പുതിയ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ നയം വളരെ വ്യക്തമാണ്. പാകിസ്ഥാനോട് കൃത്യമായി പറഞ്ഞു, എല്ലാ ടെററിസ്റ്റ് അറ്റാക്കുകളും ഏത് ടെററിസ്റ്റ് അറ്റാക്കുകളും അതെല്ലാം കൺസിഡർ ചെയ്യുന്നത് ആക്ട് ഓഫ് വാർ, ഒരു രാജ്യത്തിന് നേരെ നടത്തുന്ന ഒരു വാറായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. കൃത്യമായിട്ടും ഇപ്പോൾ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പാകിസ്ഥാൻ പഹൽഗാമിൽ നടത്തിയ ആക്രമണത്തിൻ്റെ ഒരു തിരിച്ചടി എന്ന് പറയുന്നതിനും അപ്പുറത്ത് വലിയ സാമ്പത്തിക ശക്തിയായി വളരുന്ന ഇന്ത്യയിൽ നടത്തുന്ന തീവ്രവാദ ആക്രമണം ഏത് രീതിയിൽ പരിഗണിക്കും എന്ന് കൃത്യമായ മെസ്സേജ് പാകിസ്ഥാന് കൊടുത്താണ്. കാരണം ഇനി പാകിസ്ഥാൻ ഇന്ത്യയിൽ ഒരു തീവ്രവാദി ആക്രമണം പ്ലാൻ ചെയ്യുമ്പോൾ പാകിസ്ഥാൻ മനസ്സിലാക്കണം, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ഫുൾ ഫ്ലഡ്ജ്ഡ് വാർ. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഒരു യുദ്ധമായിട്ടാണ് ഇത് പരിഗണിക്കപ്പെടുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇനി ഇന്ത്യയിൽ പാകിസ്ഥാൻ ഒരു ഭീകരാക്രമണത്തിന് തയ്യാറെടുക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയിലെ ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്ന എവിടെയെല്ലാം ഇസ്ലാമിക തീവ്രവാദം ഉണ്ടോ അവിടെയെല്ലാം മറ്റ് തീവ്രവാദങ്ങൾ രാജ്യത്തിൻ്റെ വികസനം വരുന്നതിനനുസരിച്ച് ഇല്ലാതാവുകയും രാജ്യം ഏകീകരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു അവസരത്തിൽ ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്നത് യൂറോപ്പിലെല്ലാം നമ്മൾ പല സ്ഥലത്തും കാണുന്നു. രാജ്യത്തിൻ്റെ ഡിസിൻറ്റഗ്രേഷൻ, എത്ര വികസിച്ച രാജ്യമാണെങ്കിലും അതിൻ്റെ ഡിസിൻറ്റഗ്രേഷന് വേണ്ടിയാണ് ഇത് അൾട്ടിമേറ്റായിട്ട് പ്രവർത്തിക്കുന്നത്. ഇത് അവരൊരു പക്ഷേ അവർക്ക് പല മോട്ടീവ്സ് ഉണ്ടാവാം. ജിഹാദ് കൊണ്ടുവരിക, ജിഹാദ് ചെയ്യുക, ഇസ്ലാമൈസേഷൻ നടപ്പാക്കുക, ശരീഅത്ത് നിയമങ്ങൾ നടപ്പിലാക്കുക, ഇങ്ങനെയെല്ലാം അവർക്ക് മോട്ടീവ് ഉണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി സംഭവിക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ, ഒരു വികസിത രാജ്യമാണെങ്കിൽ പോലും അതിൻ്റെ സമ്പൂർണ്ണമായ ഡിസിൻറ്റഗ്രേഷനാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും ഇസ്ലാമിക തീവ്രവാദത്തെ കൗണ്ടർ ചെയ്യേണ്ടത് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ആവശ്യമാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ഇന്ന് കൃത്യമായിട്ട് ഇപ്പോൾ നമ്മൾ ഈ ഗുജറാത്തിൽ നടന്ന അവരെ കസ്റ്റഡിയിലെടുക്കുക. അപ്പോൾ അതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് ഇന്ത്യ വളരെ കൃത്യമായി മോണിറ്റർ ചെയ്യുന്നു. കാരണം പല ഇസ്ലാമിക ഓർഗനൈസേഷനുകളും പല ഇസ്ലാമിക തീവ്രവാദ സംഘടനകളും പലപ്പോഴും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇൻസ്പിറേഷൻ സ്വീകരിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഫണ്ട് കൃത്യമായി വരുന്നത് പാകിസ്ഥാൻ അടക്കമുള്ള, അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ ബംഗ്ലാദേശ് അടക്കമുള്ള ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ളവരുടെ, അതുപോലെ തുർക്കിയിൽ നിന്നുള്ള മുസ്ലിം ബ്രദർഹുഡിൻ്റെ മൈൻഡും പണവും എല്ലാം തന്നെയാണ് ഇവിടേക്ക് ഇതിനുവേണ്ടി ഒഴുകുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഇസ്ലാമിക തീവ്രവാദത്തെ മറ്റ് തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് അപ്പുറത്ത് ഇസ്ലാമിക തീവ്രവാദത്തിന് സെപ്പറേറ്റ് സ്ട്രാറ്റജി ഉണ്ട്. അപ്പോൾ
കൃത്യമായിട്ടുള്ള മെസ്സേജ്, ഇപ്പോൾ പാകിസ്ഥാനോട് കൊടുത്ത മെസ്സേജ് വളരെ കൃത്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കൃത്യമായിട്ട് അപ്പോൾ വളരെ വ്യക്തമാണ്, ഇൻ്റലിജൻസ് ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ഇവരെ കസ്റ്റഡി എടുത്തു എന്ന് പറയുമ്പോൾ അത്ര കാര്യക്ഷമമായിട്ട് ഇൻ്റലിജൻസ് ഇവരെ മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇപ്പോൾ കേരളത്തിലിരുന്ന് പലപ്പോഴും ഹമാസിനെയും ഇവരെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ ഇവരെല്ലാം മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഇവരെല്ലാം പല ആക്ടുകൾക്ക്, പല തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കും അതുപോലെ തന്നെ തീവ്രവാദം നടത്താൻ ഉദ്ദേശിക്കുന്നവർക്കും ഇൻസ്പിറേഷൻ കൂടിയാണ് ഇവരെല്ലാം കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ട്. കാരണം ഒരു വികസിത രാജ്യത്തിന് തീവ്രവാദത്തെ കൗണ്ടർ ചെയ്യുക എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ്. ചൈനയോട് ഇന്ന് ആരും ഉയർഗുർ മുസ്ലിങ്ങളെ കുറിച്ച് ചോദ്യം ചോദിക്കാറില്ല. എന്താണ് നിങ്ങൾ അവിടെ ചെയ്യുന്നത്, നിങ്ങൾ എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് ഒരു മുസ്ലിം രാജ്യങ്ങളും ചൈനയോട് ചോദ്യം ചോദിക്കാറില്ല. അത് തന്നെയാണ് ഇന്ത്യയെ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയോട് വേറൊരു രാജ്യവും ചോദ്യം ചോദിക്കാത്ത രീതിയിൽ ഈ തീവ്രവാദികളെ ഇന്ത്യയിൽ നിന്ന് സമൂലമായി ഇല്ലാതാക്കും എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് ഗുജറാത്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് വ്യക്തമാണ് കാര്യങ്ങൾ. അപ്പോൾ ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ഇപ്പോൾ ഈ ലോകത്ത് ഇപ്പോൾ ശക്തമായിട്ട് അതിൻ്റെ ഒരു പ്രവാഹത്തെ തടയിടുന്ന ഒരു അണക്കെട്ടായിട്ട് നിലകൊള്ളുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇസ്രായേലും ഇന്ത്യയും, പ്രത്യേകിച്ച് ഇന്ത്യയിലെ നിലവിലെ ഭരണകൂടം. അതിനാൽ തന്നെ ഇന്ത്യയിലെ നിലവിലെ ഭരണകൂടത്തെ ഏത് വിധേനയും അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടെ പല സംവിധാനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ചിലപ്പോൾ കേന്ദ്രത്തിൽ ഒരു എന്താ പറയുക, തീവ്രവാദത്തോടൊരു അനുഭാവപൂർണ്ണമായിട്ട് നിലപാടുള്ള ഒരു ഭരണ സംവിധാനമാണെങ്കിൽ അതിനെ അട്ടിമറിക്കേണ്ട കാര്യമൊന്നും ഇവർക്കില്ല. പക്ഷേ തീവ്രവാദത്തിനെതിരെ ശക്തമായിട്ട് നിലകൊള്ളുന്ന ഒരു ഭരണ സംവിധാനം ഉള്ളപ്പോൾ അതിനെ ഏത് വിധേനയും അട്ടിമറിക്കുക, ചില പ്രക്ഷോഭങ്ങളിലൂടെ, ചില കലാപങ്ങളിലൂടെ. നമുക്കറിയാം ഈ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ രാജ്യത്തിന് ഉള്ളിൽ നടന്ന പല കലാപങ്ങളുടെയും പിന്നിലുള്ള ലക്ഷ്യങ്ങളിലേക്ക് പോകുമ്പോൾ ചില തീവ്രവാദപരമായിട്ട് ചില അജണ്ടകൾ അതിൻ്റെ പിന്നിലുണ്ട് എന്നത് പിന്നീട് വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ലണ്ടനിലൊക്കെ വലിയൊരു റാലി നടന്നിരുന്നു. ഈ ഗാസയുടെ ഒപ്പം ഫ്രീ പാലസ്തീൻ എന്ന മുദ്രാവാക്യത്തോടൊപ്പം തന്നെ ഫ്രീ കാശ്മീർ എന്ന് പറയുന്ന ആ ഒരു മുദ്രാവാക്യം, അത് വളരെ ഡേഞ്ചറസ് ആണ്. നമുക്കറിയാം ഫ്രീ പാലസ്തീൻ മുദ്രാവാക്യത്തിന് പിന്നിലുള്ള അജണ്ട നമ്മൾ കഴിഞ്ഞ ദിവസം നിലപാടിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഇസ്രായേലിനെയും ഇന്ത്യനെയും ഏത് വിധേനയും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ അതിനിഗൂഢമായിട്ടുള്ള അജണ്ട ലോകവ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ അരുൺ പറഞ്ഞു, ഇവരുടെ എല്ലാവരുടെയും ഒരു പ്രേരക ശക്തി എന്ന് പറയുന്നത് ഈ തീവ്രവാദ തത്വ സംഹിതയാണ്. ആ സംഹിത അങ്ങനെ പ്രത്യക്ഷത്തിൽ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ അവർക്ക് ഈ രാജ്യങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ സാധിക്കില്ല. അതിന് ചില കോസ് അവർക്ക് ഉയർത്തി കാണിക്കണം. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് ഗാസയാണ്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് കാശ്മീരാണ്. കാശ്മീരിൻ്റെ പേര് പറഞ്ഞ് ഈ തത്വ സംഹിതയിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് ഇന്ത്യക്കെതിരെ അവിടെ യുദ്ധം ചെയ്യുന്നു. നേരെ മറിച്ച് ഇസ്രായേലാണെങ്കിൽ പാലസ്തീൻ്റെ പേര് പറഞ്ഞ് ഈ തത്വ സംഹിതയിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ട് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ചില കാര്യങ്ങൾ തിരിച്ചറിയേണ്ടിയിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇത്തരത്തിലുള്ള ടെറർ മൊഡ്യൂൾസ്, ഇപ്പോൾ അൽഖ്വയ്ദ ടെറർ മൊഡ്യൂളിനെയാണ് ഗുജറാത്ത് ATS അറസ്റ്റ് ചെയ്തത്. അത്തരത്തിലുള്ള പല ടെറർ മൊഡ്യൂൾസ് നമുക്ക് ചുറ്റിലുമുണ്ട്. ഇവരുടെ റിമോട്ട് കൺട്രോൾ എന്ന് പറയുന്നത് പാകിസ്ഥാനിലാണ്. അതിനാൽ ഇത്തരക്കാരെ നമ്മൾ തീർച്ചയായിട്ടും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. പ്രത്യക്ഷത്തിൽ ഒരുപക്ഷെ നമുക്കറിയാം ഈ ഭീകരർ എന്ന് പറയുമ്പോൾ തോക്കെടുക്കുക, വാളെടുക്കുക അതൊരു ഭാഗം മാത്രമാണ്. മറ്റ് പല തന്ത്രപരമായിട്ടുള്ള അജണ്ടകളിലൂടെ ഈ തീവ്രവാദ ആശയം നടപ്പിലാക്കുക, ഇവിടുത്തെ ഭരണകൂടത്തിനെതിരെയുള്ള ഒരു വികാരം ശക്തമാക്കുക, ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ പല മേഖലകളിൽ, അത് മാധ്യമ മേഖലയായിക്കോട്ടെ, ഈ സാംസ്കാരിക മേഖലയായിക്കോട്ടെ, മറ്റ് സിനിമ പോലുള്ള മേഖലകളായിക്കോട്ടെ, മറ്റെല്ലാ മേഖലകളിലും ഇതിൻ്റെ ഒന്നല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഇവർ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ്. അവരെ തിരിച്ചറിഞ്ഞില്ലായ്മ ചെയ്യുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്ത്യ പാക് അതിർത്തിയിൽ ഈ ഒരു കാലഘട്ടത്തിൽ വളരെ സംഘർഷഭരിതമായിട്ടുള്ള സാഹചര്യത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. തക്കം കിട്ടിയാൽ ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തുക എന്ന ലക്ഷ്യത്തോടെ ഉള്ള ട്രോജൻ കുതിരകൾ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ സജീവമാണ്. ആ ട്രോജൻ കുതിരകളുടെ റിമോട്ട് കൺട്രോൾ ഇരിക്കുന്നത് മറ്റെങ്ങുമല്ല, അങ്ങ് പാകിസ്ഥാനിലാണ്. അതിനാൽ ആ ട്രോജൻ കുതിരകളെ കണ്ടെത്തി ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുവാൻ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾക്ക് സാധിക്കട്ടെ. ഓർക്കുക, അത്തരത്തിലുള്ള ട്രോജൻ കുതിരകൾ സമസ്ത മേഖലകളിലും പിടിമുറുക്കി കഴിഞ്ഞിരിക്കുന്നു. അത് മാധ്യമ മേഖലയായിക്കോട്ടെ, ബിസിനസ് മേഖലയായിക്കോട്ടെ, സാംസ്കാരിക മേഖലയായിക്കോട്ടെ, അവരുടെ ആത്യന്തികമായിട്ടുള്ള ഒരു ലക്ഷ്യം ഒന്ന് തന്നെ, ഇന്ത്യയിലെ ഭരണ സംവിധാനങ്ങളെ അട്ടിമറിച്ച് ഇവിടെ ഒരു ശരീഅത്ത് ഭരണം സ്ഥാപിക്കുക. അതിലേക്കുള്ള സഹായകരമായിട്ടുള്ള പല കാര്യങ്ങളും പല മേഖലകളിൽ നിന്നുകൊണ്ട് അവർ ചെയ്യുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരം, അന്യായമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ഇവിടെ സ്ഥാപിക്കുക, ചില പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുക, അതിൻ്റെ പിന്നിൽ ആ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾക്ക് ഒരു തലവേദന സൃഷ്ടിച്ചുകൊണ്ട് ഭരണ സംവിധാനങ്ങളെ അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടെ അങ്ങനെ സമസ്ത മേഖലകളിലൂടെയും ഇവർ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരക്കാരെ തിരിച്ചറിയാനുള്ള ഒരു ബാധ്യത ഇന്ത്യയിലെ പൊതുസമൂഹത്തിനുണ്ട്, മതേതര സമൂഹത്തിനുണ്ട്. അവരെ ഇല്ലായ്മ ചെയ്യുവാൻ, അമർച്ച ചെയ്യുവാൻ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾക്ക് സാധിക്കട്ടെ. അതിനായി ഇവിടുത്തെ ഭരണകൂടങ്ങൾ നടത്തുന്ന നടപടികൾക്ക് എല്ലാവിധ പിന്തുണയും, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവിധ പിന്തുണയും കൊടുക്കുവാൻ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സാധിക്കട്ടെ എന്ന നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.